തലശ്ശേരി അതിരൂപത അടിസ്ഥാനത്തിൽ തോമാപുരം ഇടവകയിൽ വെച്ച് ഡിസംബർ മാസത്തിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുകയാണല്ലോ. പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള ഒത്തുചേരലുകൾ വളരെ ആത്മീയ ഉണർവിന് സഹായിക്കുന്ന സന്ദർഭങ്ങളായി തീരുകയാണ്. ആധുനിക ലോകത്തിൽ പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിച്ച് സുവിശേഷാധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ഇഷ്ടത്തിന് അനുസരിച്ച് എല്ലാവരുടെയും പ്രീതി നേടത്തക്ക വിധം നിർവഹിച്ച ഒരു വിശുദ്ധയാണ് മദർ തെരേസ. കൽക്കട്ടയിലെ തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കോരിയെടുത്ത് മറോടണച്ച് തൻ്റെ ശുശ്രൂഷകൾ സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ടിരുന്ന മദറിനോട് ചിലരൊക്കെ ചോദിക്കുകയുണ്ടായി, പ്രകാരം ചെയ്യാൻ മദറിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുത്തരമായി മദർ പറഞ്ഞത്, എല്ലാ ദിവസവും എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലുള്ള ആരാധനയോടുകൂടിയാണ്. മദർ ഏതെങ്കിലും ഒരു രാജ്യത്ത്, അത് ഇതര മതങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്താണെങ്കിൽ പോലും, ഒരു സ്ഥാപനം, മഠം തുടങ്ങുന്നതിന് അടിസ്ഥാനമായി പറഞ്ഞിരുന്നത് പരിശുദ്ധ ബലിയർപ്പിക്കാനുള്ള സാഹചര്യവും അതിനുള്ള പുരോഹിതനുമാണ്. പരിശുദ്ധ കുർബാനയിൽ ഇത്രമാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിത പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന മദർ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയുണ്ടായി. സുവിശേഷ പ്രഘോഷകനായ ഫുൾട്ടൻ ജെ ഷീനും ഏതാണ്ട് 60 വർഷക്കാലം തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലുടനീളം തിരുമണിക്കൂർ ആരാധന നടത്തിയിരുന്നതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ വിശുദ്ധരുടെയും സുവിശേഷ പ്രഘോഷകരുടെയും ഒക്കെ മാതൃക പിൻചെന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ നല്ലൊരു ആധ്യാത്മിക ജീവിതം നയിക്കാൻ നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് വഴി എല്ലാ വിശ്വാസികൾക്കും സാധിക്കട്ടെ.